ഉസ്താദ് ഹോട്ടൽ ഈ സിനിമ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ദുൽഖർ സൽമാൻ നായകനായി അഭിനയിച്ച ഈ സിനിമ നല്ല തിയേറ്ററിൽ നിറഞ്ഞോടിയ സിനിമയായിരുന്നു ഉസ്താദ് ഹോട്ടൽ. ഈ സിനിമയിൽ തിലകന്റെ ഒരു കഥാപാത്രമുണ്ട്, കരീം ഖാ. തന്റെ പേരക്കുട്ടിയാണ് ദുൽഖർ സൽമാൻ അവതരിപ്പിച്ച കഥാപാത്രം ഫൈസി. ഈ കഥാപാത്രത്തെ മധുരയിലെ ഒരു നാരായണൻ കൃഷ്ണന്റെ അടുത്തേക്ക് കത്തുമായി അയക്കുന്ന ഒരു രംഗം ഈ സിനിമയിലുണ്ട്. അവനെ പാചകം ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എന്തിനാണ് പാചകം ചെയ്യുന്നതെന്ന് താങ്കൾ അവനെ ഒന്ന് പഠിപ്പിക്കണം എന്നായിരുന്നു ആ കഥയിലുണ്ടായിരുന്നത്. നാരായണൻ കൃഷ്ണൻ യഥാർത്ഥ കഥാപാത്രം തന്നെയാണ്, അല്ലാതെ ഒരു സിനിമയിൽ ഒരു തിരക്കഥാകൃത്ത് ഉണ്ടാക്കിയ കഥാപാത്രമായിരുന്നില്ല. ബംഗളൂരുവിലെ താജ് ഹോട്ടലിലെ ഷെഫായിരുന്നു നാരായണൻ. ആ ജോലി ഉപേക്ഷിച്ചാണ് പാവപ്പെട്ടവർക്ക് ഭക്ഷണം ഉണ്ടാക്കാനായി ഈ മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചത്. സ്വിറ്റ്സർലൻഡിൽ ഷെഫായി പോകാനിരുന്ന നാരായണൻ സ്വന്തം നാടായ മധുരയിലെത്തി. ആ സമയത്ത് കണ്ട ഒരു കാഴ്ച അദ്ദേഹത്തിന്റെ ജീവിതത്തെ ആടിമൂടി മാറ്റിമറിച്ചു. വിശപ്പ് മൂലം സ്വന്തം മലം ഭക്ഷിക്കുന്ന ഒരു വൃദ്ധനെ അയാൾ കണ്ടു. സ്വിറ്റ്സർലൻഡ് പോക്കദ്ദേഹം എന്നേക്കും ഉപേക്ഷിച്ച കാര്യം മനസ്സ് വല്ലാതെ തളർന്നുപോയി. അതോടെ നാരായണൻ ഒരു തീരുമാനമെടുത്തു. അശരണരായ ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ് തൻ്റെ അവതാര ലക്ഷ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. എന്നിട്ട് അദ്ദേഹം ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. അക്ഷയ എന്ന പേരിലായിരുന്നു ആ ട്രസ്റ്റ് മധുരയിൽ ഉണ്ടായത്. മധുരയിലെ 500ഓളം പാവപ്പെട്ടവർക്ക് ഓരോ ദിവസവും അദ്ദേഹം ഭക്ഷണം എത്തിച്ചു കൊടുത്തു, എല്ലാ ദിവസവും. അതായിരുന്നു നാരായണൻ കൃഷ്ണൻ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സന്തോഷം. അവരൊക്കെ വയറു നിറയെ ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുന്ന കാണുമ്പോൾ നാരായണൻ കൃഷ്ണൻ വിദേശത്ത് പോയി വലിയ ശമ്പളത്തിൽ ജോലി തേടുന്നതിനേക്കാളും സന്തോഷമുള്ള കാര്യമായി അതിനെ കണ്ടു. നമുക്കിടയിൽ സ്നേഹത്തിൻ്റെ അക്ഷയ കനികളായ ഇതുപോലെ ചില ആളുകളുണ്ട്. അഭയമറ്റവർക്ക്, അശരണരായ ആളുകൾക്ക് തുണയേകുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യപ്രവൃത്തിയായിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ കാണുന്നത്. ലോകത്തെ കൂടുതൽ സുന്ദരമാക്കാൻ നമ്മളാൽ കഴിയുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. 2010 CNN ഹീറോസ് പട്ടികയിൽ നാരായണൻ കൃഷ്ണനെ ഉൾപ്പെടുത്തിയിരുന്നു. കാരണം ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യർ വളരെ കുറവാണ്, ഈ നാരായണൻ കൃഷ്ണനെ പോലെയുള്ള ആളുകൾ. കാരണം വിദേശത്തേക്കുള്ള യാത്രക്കിടയിൽ ഇങ്ങനെ ഒരു രംഗം കാണുക, വൃദ്ധൻ സ്വന്തം മലം ഭക്ഷിക്കുന്ന കാണുക, അതോടെ തൻ്റെ ജീവിതം തന്നെ മാറിമറിയുക, പിന്നീട് ജീവിതം മുഴുവൻ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത ആളുകൾക്കായിട്ട് മാറ്റിവെക്കുക, മുഴുവൻ സമയം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെ സാധാരണ രീതിയിൽ ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? എന്തായാലും നാരായണൻ കൃഷ്ണന്റെ ജീവിതം നമുക്കൂടി മാർഗദീപമാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.